ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ രക്ഷകൻ്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമാകുന്ന ദിനം ഡിസംബർ 25 രക്ഷകൻ്റെ ജനന തിരുനാളാണെങ്കിൽ അതിന് 9 മാസം മുൻപ് കർത്താവിൻ്റെ മംഗളവാർത്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ദൈവദൂതൻ്റെ വെളിപാട്, അത് പരിശുദ്ധ അമ്മ ശിരസ വഹിക്കുന്നു. അത് ലോകത്തിന് മുഴുവനും ആനന്ദമായി മാറുന്നു. ഇന്നേ ദിനം തന്നെയാണ് പ്രോ ലൈഫ് ദിനവുമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഉദരത്തിലെ ഒരു കുഞ്ഞു തുടുപ്പ് പോലും അത് മനുഷ്യജീവനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ദിനം കൂടിയാണെന്ന്. ഭ്രൂണഹത്യ ചെയ്ത് കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലോകത്തിൽ ജനിക്കുവാനുള്ള അവകാശമുണ്ടെന്നുള്ള ഒരു വലിയ ചിന്താഗതി എല്ലാ പ്രോ ലൈഫ് ശുശ്രൂഷകരെയും ഈ ദിവസം ഓർക്കുകയാണ്. അവർ ചെയ്യുന്ന ത്യാഗോജ്വലമായ എല്ലാ പ്രവൃത്തികളെയും അനുസ്മരിക്കുന്നു. പരിശുദ്ധ അമ്മയോട് സ്വർഗത്തിലെ ദൂതൻ വന്ന് പറയുന്നുണ്ട്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന്. അങ്ങനെ സ്വർഗത്തിലെ ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ അഭിവാദനം നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. ഓരോ ത്രികാല ജപവും നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചുവെന്ന് നമ്മൾ ഏറ്റുപറയുന്ന ആ നിമിഷം നമുക്കെല്ലാവർക്കും ഒരു മാലാഖയുണ്ടെന്നും കർത്താവിൻ്റെ മാലാഖയാണ് വന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ മാലാഖ വെറും ഒരു കെട്ടുകഥയില്ലെന്നും സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി കാത്തു പരിപാലിച്ചിരിക്കുന്ന ഏറ്റവും സന്തോഷത്തിൻ്റെ വാർത്ത നമുക്ക് പങ്കുവെച്ച് തരുന്ന ദൈവത്തിൻ്റെ ദൂതൻ മാലാഖ യഥാർത്ഥമാണെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മാലാഖയാണ് വന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നത്, വിശുദ്ധ യൗസേപ്പിതാവിനോട് സംസാരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ മാലാഖയുടെ മുൻപിൽ പ്രഘോഷിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. കർത്താവിൻ്റെ മാലാഖയും കർത്താവിൻ്റെ ദാസിയും പരസ്പരം നടത്തുന്ന ഏറ്റവും വലിയ സംഭാഷണം അത് വചനം മാംസമാകുന്നതിനെ പറ്റിയാണ്. ക്രിസ്തുനാഥൻ എന്ന വചനം മനുഷ്യരൂപം എടുക്കുന്നതിൻ്റെ ആനന്ദം ലോകം മുഴുവനും അറിയുന്നു. അതാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ഇന്നേ ദിവസം അതിരാവിലെ ഉണർന്ന് ജനങ്ങൾ ഇതേ പരിശുദ്ധ അമ്മയുടെയും മാലാഖയുടെയും സംഭാഷണം ത്രികാല ജപമായി ഏറ്റുചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യകുലത്തോട് പിതാവായ ദൈവം നടത്തുന്ന ഏറ്റവും വലിയ സ്നേഹ സംഭാഷണവും സ്നേഹ സമ്മാനവുമാണ് ഇന്നേ തിരുനാളിൽ നമ്മൾ ഓർക്കുന്നത്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഒരു വാക്ക് സകല പ്രപഞ്ച സൃഷ്ടികളെയും രൂപപ്പെടുത്തിയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ എളിമ നിറഞ്ഞ ഈ വാക്ക് പരിശുദ്ധ അമ്മയുടെ ഉദരത്തെ ഏറ്റവും ആദ്യത്തെ സക്രാരിയാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഉണ്ണിയേശുവിനെ പ്രദാനം ചെയ്ത പരിശുദ്ധ അമ്മയുടെ ആ എളിമ നിറഞ്ഞ ജീവിതം ഈ തപസ് കാലത്ത് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും അത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ളതാണെന്നും അത് ക്രിസ്തുനാഥൻ നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ വഴിയാണെന്നും മനസ്സിലാക്കാം. മംഗളവാർത്തയുടെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മംഗളവാർത്ത തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ, നമ്മൾ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത നമുക്ക് ലഭിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ നമ്മളെ സഹായിക്കണമെന്ന് ഈ തിരുനാളിൻ്റെ എല്ലാവിധങ്ങളായ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ആമേൻ.